നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി ഇന്ത്യ സെമിഫൈനൽ യോഗ്യത നേടിയിരുന്നു. 6 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റുമായിട്ടാണ് ഒരു മത്സരം ശേഷിക്കെ സെമിയിലെത്തുന്ന 4ാമത്തെ ടീമായി ഇന്ത്യ മാറിയത്. ഇന്ത്യയോട് തോറ്റ ന്യൂസിലാൻഡിന് ഒരു മത്സരം അവശേഷിക്കെ 4 പോയിന്റുകളുണ്ട്. ശ്രീലങ്കയ്ക്കും സമാനമായ സാഹചര്യമാണുള്ളത്. ഇന്ത്യ തങ്ങളുടെ അവസാന മത്സരത്തിൽ ബംഗ്ലാദേശിനോട് തോൽക്കുകയും ന്യൂസിലാൻഡും ശ്രീലങ്കയും അവരുടെ അവസാന മത്സരങ്ങൾ വിജയിക്കുകയും ചെയ്താൽ 3 പേർക്കും 6 പോയിന്റാകും. ഗ്രൂപ്പ് ഘട്ടം കഴിയുമ്പോൾ 3 ടീമുകൾ പോയിന്റ് നിലയിൽ തുല്യത പാലിക്കാൻ സാധ്യത അവശേഷിക്കുമ്പോൾ ഇന്ത്യ എങ്ങനെ സെമിക്ക് യോഗ്യത നേടിയെന്നതാണ് ചില ക്രിക്കറ്റ് ആരാധകരുടെയെങ്കിലും സംശയം. എന്നാൽ വസ്തുതയെന്താണെന്നാൽ മഴയാണ് ഇന്ത്യയെ തുണച്ചതും ഒപ്പം ന്യൂസിലാൻഡിനെയും ശ്രീലങ്കയെയും ചതിച്ചതും. ഗ്രൂപ്പ് ഘട്ടം അവസാനിക്കുമ്പോൾ തുല്യമാണ് പോയിന്റ് എന്ന സ്ഥിതി വന്നാലും കൂടുതൽ മത്സരങ്ങൾ വിജയിച്ചത് ഇന്ത്യയാണ് എന്നതാണ് സെമി പ്രവേശനം ഉറപ്പായതിനു പിന്നിലെ കാരണം. ഇന്ത്യയുടെ ഒരു മത്സരം പോലും മഴ കാരണം ഉപേക്ഷിക്കുന്ന സ്ഥിതിയുണ്ടായില്ല. എന്നാൽ ന്യൂസിലാൻഡ്, ശ്രീലങ്ക എന്നിവർക്ക് തങ്ങളുടെ 2 മത്സരങ്ങളാണ് മഴ കാരണം നഷ്ടപ്പെട്ടത്. ഓരോ മത്സരങ്ങൾ മാത്രമാണ് ഇരുവരും വിജയിച്ചത്. അവസാന മത്സരങ്ങൾ 2 ടീമുകളും വിജയിച്ചാൽ പോലും 2 വിജയമേ സ്വന്തം ക്രെഡിറ്റിലുണ്ടാകുകയുള്ളൂ. ഇന്ത്യക്ക് ഇപ്പോൾ തന്നെ 3 ജയമായി. അവസാന മത്സരത്തിൽ ബംഗ്ലാദേശിനെ ഇന്ത്യ പരാജയപ്പെടുത്തിയാൽ ആകെ ജയം 4 ആകും. അതേസമയം സെമിയിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമായിരിക്കില്ല. നിലവിലെ ചാമ്പ്യന്മാരും അതിശക്തരുമായ ഓസ്ട്രേലിയ, മുൻ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട്, തകർപ്പൻ ഫോമിൽ കളിക്കുന്ന ദക്ഷിണാഫ്രിക്ക എന്നിവരാണ് സെമിയിൽ പ്രവേശിച്ച മറ്റ് ടീമുകൾ. ഈ 3 ടീമുകളോടും ഏറ്റുമുട്ടിയപ്പോൾ പരാജയമായിരുന്നു ഇന്ത്യയുടെ വിധി. എന്നാൽ 3 എതിരാളികൾക്കെതിരെയും മികച്ച പ്രകടനം പുറത്തെടുത്തതിനു ശേഷമാണ് തോൽവി വഴങ്ങിയതെന്നത് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകും.